ഈ മീറ്റിംഗിനെ ശ്രമിക്കാൻ പോകുന്ന എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. പാൻഡത്ത് ഫോർ ദ ലിവിംഗ് വേർഡിന്റെ എല്ലാ ഭാരവാഹികൾക്കും നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ഇത് നമ്മുടെ പാൻഡത്ത് ഫോർ ദ ലിവിംഗ് വേർഡ് ഡോക്ടർ മീഡിയയുടെ 186ാമത്തെ മീറ്റിംഗ് ആണല്ലോ. എല്ലാ ഫ്രൈഡേയിലും ഇതുവരെ യാതൊരു പ്രയാസവും ഇല്ലാതെ കർത്താവ് വളരെ ഭംഗിയായിട്ട് ഈ മീറ്റിംഗ് കൊണ്ടുപോകാൻ നമ്മളെ സഹായിച്ചു. അതിന് ദൈവത്തിന് ആദ്യമായിട്ട് എത്ര നന്ദിയും സ്തോത്രവും പറഞ്ഞാലും മതിയാകില്ല. ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവിന് എല്ലാ മഹത്വവും കൊടുക്കുന്നു. നമുക്ക് താഴ്മയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മളെ കൂടുതലായി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ മീറ്റിങ്ങിന്റെ ഫ്ലയർ നോക്കിയപ്പോൾ ഈ മീറ്റിങ്ങിന്റെ കാതലായ വാക്യം എഴുതിയിരിക്കുന്നത് 1 തെസ്സലോനിക്കർ 5:17 വാക്യാണ്. പ്രേ വിതൗട്ട് സീസിങ്. ഞാൻ അതിനെപ്പറ്റി ഒന്ന് ചെറുതായിട്ട് ധ്യാനിച്ചപ്പോൾ ഞാൻ കണ്ടത് അതിന്റെ തൊട്ട് മുമ്പിൽ എഴുതിയിരിക്കുന്ന വാക്യം എന്താണ്? കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, റിജോയ്സ് എവർ മോർ. അതിന്റെ താഴെയുള്ള വാക്യം എല്ലാത്തിലും നന്ദി പറയുക, ഇൻ എവരിതിങ് ഗീവ് താങ്ക്സ്. അപ്പൊ അതിന്റെ രണ്ടിന്റെയും ഇടയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. എന്താണ്? ഇടപെടാതെ പ്രാർത്ഥിക്കുക, പ്രേ വിതൗട്ട് സീസിങ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, നമുക്ക് സന്തോഷവും നന്ദിയും നമ്മുടെ ഹൃദയത്തിൽ നിറയണമെങ്കിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇടപെടാതെ പ്രാർത്ഥിക്കണം, തുടരെ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ 24 hours അതിനുവേണ്ടി ചെലവഴിക്കുക എന്നുള്ളതല്ല, നമ്മുടെ കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ ദൈവമായിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയം നന്ദിയാലും സ്തോത്രത്താലും സന്തോഷത്താലും നിറഞ്ഞ് നമുക്ക് ദൈവത്തെ സന്നിധിയിലായിരിക്കാൻ സാധിക്കും. ആ വളരെ ചിന്തിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതിന് പ്രകാരം ഇന്നും നമുക്ക് മുടങ്ങാതെ ദൈവസന്നിധിയിൽ കർത്താവ് നമ്മളെ കൂട്ടി വരുത്തിയിരിക്കുകയാണ്. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഇന്നത്തെ ഈ മീറ്റിംഗ് സ്തോത്രത്തോടെ പ്രാർത്ഥിച്ച് ആരംഭിക്കാം. അതിനായിട്ട് സിസ്റ്റർ ശാന്തമരിയോണിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ക്രിസ്തുവിൽ കൂടെ ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്നു ഞങ്ങളുടെ സംവിധാന ദൈവമേ, ഞങ്ങൾക്ക് ഈ സമയത്ത് അവിടുത്തെ സന്നിധിയിൽ വരുവാൻ തൊക്കെ ഇടയാക്കിയതിനെ സ്തോത്രം. കർത്താവെ, ഞങ്ങളെ ഓരോ ദിവസം വരുന്ന കൃപകൾക്കായി സ്തോത്രം. കർത്താവെ, ഈ 186ാമത് പ്രയർ ഗ്രൂപ്പ് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങളെ കൂട്ടിവരുത്തിയതിനെ സ്തോത്രം. കഴിഞ്ഞ 185 പ്രാവശ്യവും ഞങ്ങൾക്ക് ഈ മീറ്റിംഗ് അനുഗ്രഹമായി നടത്തിപ്പാൻ തൊക്കെ ഇടയാക്കിയതിനെ സ്തോത്രം. എല്ലാ മഹത്വവും ഞങ്ങൾ അവിടുത്തെ കാര്യമായിട്ടുണ്ട്. കർത്താവെ, അവിടുന്ന് ഉന്നതനാണ്, മഹോന്നതനാണ്, രാജാവാണ്, കർത്താവാണ്. അടുത്തോടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന വലിയ ദൈവമാൻ ആകുന്നു. എന്നാൽ അവിടെ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ വീണ്ടെടുപ്പാൻ താൻ താഴ്ച ക്രിസ്തുവിനെ മരണത്തോളം ഞങ്ങൾക്ക് വേണ്ടി നമ്മളിനായി തീർന്ന കൃപയോട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തു മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഞങ്ങൾ ഈ സമയത്ത് ഈ ഗ്രൂപ്പിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പാൻഡത്ത് ഫോർ ദി ലിവിംഗ് വേർഡ് കർത്താവെ, അവിടുന്ന് നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. കർത്താവെ, അവിടുത്തെ ആലോചന എല്ലാ കാര്യങ്ങളിലും ഉള്ള സ്തോത്രം. പ്രത്യേകിച്ച് അഡ്മിൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നാമം അവരിൽ കൂടെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സ്തോത്രം. കർത്താവെ, സമയത്ത് കർത്താവെ, ഞങ്ങൾ ഇത് ലീഡ് ചെയ്യുന്ന പ്രിയ ഗ്രേസ് മാത്യൂസ് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മകളെ അവിടുന്ന് കർത്താവിന്റെ വനിതാൽ നിർച്ചിരിക്കുക. സ്തോത്രം. കർത്താവെ, അനേകം ശുശ്രൂഷകൾ ചെയ്യുവാൻ ഞാൻ മകളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. കർത്താവെ, ഈ കാര്യം ഭംഗിയായിട്ട് ചെയ്യുവാൻ ഒന്ന് സഹായിച്ചോളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ പാട്ട് പാടുന്ന പ്രിയ സ്നേഹത്ത് കണ്ണിന് വേണ്ടി പ്രത്യേകം സ്തോത്രം ചെയ്യുന്ന കർത്താവിന്റെ മകളെ എത്രത്തോളം ബലപ്പെടുത്തി ബലഹീനതയിൽ അവിടെ താങ്ങുന്ന കർത്താവാണ്. കർത്താവെ, അത് വളരെ ബലഹീനമായ അവസ്ഥയിൽ ഇരിക്കുമ്പോഴും അവിടുത്തെ കൃപ കൂടിയുള്ളതിനായി സ്തോത്രം. നല്ല പാട്ടുകൾ പാടുവാനും ഒക്കെ ഇടയാക്കുന്നതിനായി സ്തോത്രം. എൻ്റെ മകളെ അധികമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് മെസ്സേജ് തരുന്ന ഫാത്തിമ സഹോദരിക്കായി സ്തോത്രം. എൻ്റെ മകളെ ബലപ്പെടുത്തണമേ. ആവശ്യമായ ദൂത് ഞങ്ങൾക്ക് ലഭിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തരുന്ന ദൂതുകൾ ഞങ്ങൾ കേൾക്കുന്നവരായിട്ട് മാത്രമല്ല, അത് ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്ന വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹായിക്കുകയും ജയിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥനയെ അതിനെ ഒന്ന് കേട്ടിക്കുക. സകലവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാം തന്നെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. അടുത്തായിട്ട് നമുക്ക് 2 ഗാനങ്ങൾ ശ്രവിക്കാനുള്ള സന്ദർഭമാണ്. നമ്മൾ കൊലോസി ലേഖനത്തിൽ അതിന്റെ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ആത്മീയ ഗീതങ്ങളാലും സങ്കീർത്തനങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചു ദൈവത്തിന്
ഹൃദയത്തിൽ സ്തുതി പാടിയും അങ്ങനെ ക്രിസ്തുവിന്റെ വചനം നമ്മളിൽ ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ വസിക്കട്ടെ എന്നുള്ളതാണ്. അപ്പൊ പ്രാർത്ഥനയ്ക്ക് എന്തുമാത്രം പ്രാധാന്യം തിരുവചനത്തിൽ ദൈവം കൊടുത്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. പ്രാർത്ഥനയോടും സ്തുതിയോടും സ്തോത്രത്തോടും അത് നമ്മൾ ഗാനങ്ങളിൽ കൂടെ കർത്താവിനെ മഹിമപ്പെടുത്തി നമ്മൾ അതിൽ തിരുവചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ഐശ്വര്യമായിട്ട് പരിജ്ഞാനത്തോടെ വളരുവാൻ അത് സഹായിക്കും എന്നുള്ളതാണ് തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. അതിന് പ്രകാരം നമുക്ക് 2 ഗാനങ്ങൾ ശ്രവിക്കുന്നതിനായിട്ട് സിസ്റ്റർ അസ്നത്ത് കണ്ണൻ നായർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ദൈവം കൂട്ടി വരുത്തിയിട്ടുണ്ട്. അതിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന ഈ ക്ഷീണാവസ്ഥയിലും കർത്താവിന് വേണ്ടി പാടുവാനും മഹത്വപ്പെടുത്തുവാനും നമുക്കൊരു അനുഗ്രഹമായി തീരുവാനും കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സിസ്റ്റർ അസ്നത്ത് ഇപ്പോൾ 2 പാട്ട് പാടുന്നതായിരിക്കും. നമുക്ക് കർത്താവിനെ ഗാനങ്ങൾ കൂടി പാടി മഹത്വപ്പെടുത്തി അനുഗ്രഹം പ്രാപിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനേക മാസങ്ങൾക്ക് ശേഷം വീണ്ടും പ്രയർ മീറ്റിങ്ങിൽ കൂടുവാനായിട്ട് കർത്താവ് തന്നെ വലിയ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഓർക്കായിരുന്നു പണ്ട് വർഷങ്ങളായിട്ട് ആദ്യമായിട്ട് പാൻഡത്തിലാണ് ഇങ്ങനെ ഒരു പാടാനും ഒക്കെ വന്നത്, അതുപോലെ സഹോദരിമാരുടെ മീറ്റിംഗ് ആയിട്ട്. അപ്പം ഞാൻ എൻ്റെ ആവശ്യങ്ങളെല്ലാം അന്ന് മുതലേ പറഞ്ഞു തുടങ്ങും. കുഞ്ഞും ചെറുതും വലുതുമായിട്ട് ഇങ്ങനെ പറഞ്ഞ് എല്ലാ ആൻറ്റിമാരും കോമൺ ആയിട്ടും ഗ്രൂപ്പായിട്ടും ഒക്കെ പ്രാർത്ഥിക്കുന്നതിന് ഫലമായിട്ട് ഇന്നയോളം ദൈവം നടത്തി. കർത്താവിനെല്ലാം മഹത്വം കൊടുക്കുന്നു. ഇപ്പോൾ അറിയുന്നത് എനിക്കറിയാത്ത പലരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്ന് അറിയാം. എനിക്ക് അവരുടെ പേര് പോലും അറിയില്ല. അവരെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാറുമില്ല, കാരണം എനിക്ക് പരിചയമില്ലല്ലോ. പക്ഷേ ഈ നമ്മളിങ്ങനെ പാസ് ചെയ്ത് പരിചയപ്പെട്ടൊക്കെ വരുമ്പം ഒരുപാട് സഹോദരിമാരും മറ്റു ഗ്രൂപ്പുകളും സഹോദരന്മാരും ഒക്കെ സഹോദരിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ വളരെ സന്തോഷം, നന്ദിയും ദൈവത്തോടുണ്ട്. അത്തരത്തിൽ നമ്മുടെ സൂം പ്ലാറ്റ്ഫോമുകൾ വർദ്ധിച്ച് വളർന്നു വന്നു. ദൈവത്തിൻ്റെ മഹത്വം. അതുപോലെ അടിയൻ്റെ ബലഹീനതയിൽ ഉണ്ടാകുന്ന ഡിസ്കംഫോർട്ടൊക്കെ ആസ്വദിക്കാനുള്ള കൃപ ദൈവം തന്നു. എല്ലാവരുടെ പ്രാർത്ഥനയാണ്. അടിയന് പേഴ്സണലി ആർക്കും നന്ദി പറയാനും ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇൻട്രൊഡക്ഷനിൽ ഇങ്ങനെ പറഞ്ഞത്. ദൈവനാമത്തിൽ എല്ലാവരോടും നന്ദി. ദൈവനാമത്തിൽ അറിയിക്കുന്ന അഡ്മിൻസ് ആൻറ്റിമാരോടും കർത്താവിനെല്ലാം മഹത്വം കൊടുത്തുകൊണ്ട് നന്ദി അറിയിക്കുന്നു. ജീവിതത്തിൽ നമ്മൾ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഓരോ പാട്ടുകളും വചനങ്ങളും നമ്മൾ ആശ്വസിപ്പിക്കും. അത്തരത്തിൽ പാട്ടുപുസ്തകത്തിലെ ഒരു പാട്ട്, സ്തോത്രഗാനം 142-ാമത്തെ പാട്ട് ആദ്യമായിട്ട് പാടാം. അടിയൻ നാട്ടിലെത്തിയതുകൊണ്ട് മൈക്ക് സിസ്റ്റം ഒന്നും ഇവിടെ ശരിയായിട്ടില്ല. അതുകൊണ്ട് മ്യൂസിക് ഇല്ലാതെയാണ് ഇന്ന് പാടുന്നത്. എല്ലാവരും പ്രത്യേകം പ്രാർത്ഥന ഓർക്കാം. 2-ാമത്തെ ഗാനം നമ്മുടെ ക്രിസ്ത്യ സഹോദരി ഗ്രൂപ്പിൽ വന്ന നമ്മുടെ ജാൻസി രാജു സഹോദരി എഴുതിയൊരു ഗാനമാണ്. അതും ആ വരികളെല്ലാം നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴായിട്ട് വന്നു പോയിട്ടുള്ള വരികളാണ്. അപ്പോൾ അതെല്ലാം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് കുടുംബമായിട്ട് ദൈവനാമത്തിൽ ഇവിടെ ആയിരിക്കാൻ ദൈവം ഒരിക്കലും നന്ദിയോടെ സ്തോത്രം. എല്ലാ ആൻറ്റിമാരെ കാണാൻ സാധിച്ചല്ലോ. ദൈവത്തിനെല്ലാം മഹത്വം അർപ്പിക്കുന്നു. നമുക്ക് ആദ്യമായിട്ട് 142-ാമത്തെ പാട്ട് പാടാം. ദൈവത്തിന് മഹത്വം. ദേവാവന്ദനം വന്ദനമേ, ക്രിസ്തുനാഥാ വന്ദനമേ, ദേവാവന്ദനം വന്ദനമേ, ക്രിസ്തുനാഥാ വന്ദനമേ, യേശു രാജാദി രാജാവേ, കർത്താദി കർത്താവേ, വന്ദനം വന്ദനമേ, ദേവാവന്ദനം വന്ദനമേ, ആദികാരണനായവനേ, ദൂതവന്നിധ വല്ലഭനേ, ആദികാരണനായവനേ, ദൂതവന്നിധ വല്ലഭനേ, നിത്യജീവനും സത്യവും മാർഗവുമായ ശ്രീയേശു മഹോന്നതനേ, ദേവാവന്ദനം വന്ദനമേ, വിണ്ണിൻ മഹിമ വിട്ടിറങ്ങി പാപലോകത്തിൽ വന്നവനേ, വിണ്ണിൻ മഹിമ വിട്ടിറങ്ങി പാപലോകത്തിൽ വന്നവനേ, മർത്യപാപവും ശാപവും എല്ലാം ചുമന്നൊഴിച്ചുന്നതനാത്മജനേ, ദേവാവന്ദനം വന്ദനമേ,
ക്രൂശിൽ മരിച്ച രക്ഷകനെ, മൂന്നാം നാളിൽ ഉയർത്തവനെ, ക്രൂശിൽ മരിച്ച രക്ഷകനെ, മൂന്നാം നാളിൽ ഉയർത്തവനെ, ഇന്നു വിണ്ണിലും മണ്ണിലും കർത്താതെ കർത്താവായി വാഴും അത്യുന്നതനേ. ദേവാ വന്ദനം വന്ദനമേ, ക്രിസ്തുനാഥാ വന്ദനമേ, ദേവാ വന്ദനം വന്ദനമേ, ക്രിസ്തുനാഥാ വന്ദനമേ, യേശു രാജാതി രാജാവേ, കർത്താതി കർത്താവേ, വന്ദനം വന്ദനമേ, ദേവാ വന്ദനം വന്ദനമേ. ദൈവത്തിന് സ്തോത്രം. അടുത്ത ഗാനം നമ്മളെല്ലാവരും യൂട്യൂബിലൂടെ കേട്ട് കാണും. ഞെരുക്കത്തിൽ യഹോവയോട് അപേക്ഷിക്കുക, വിശാലത ഒരുക്കിയിടും എന്നുള്ള ഗാനം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. ഞെരുക്കത്തിൽ യഹോവയോട് അപേക്ഷിക്കുക, വിശാലത ഒരുക്കിയിടും, ഞരങ്ങുക നിരന്തരം ഹന്നയെപ്പോൽ നൽകിടും വാഗ്ദത്തത്തെ. ഞെരുക്കത്തിൽ യഹോവയോട് അപേക്ഷിക്ക, വിശാലത ഒരുക്കിയിടും, ഞരങ്ങുക നിരന്തരം ഹന്നയെപ്പോൽ നൽകിടും വാഗ്ദത്തത്തെ. ഹാഗാറെപ്പോൽ നീരുറവ തുറന്നിടും, ഇസ്രായേൽ പോൽ യഹോവ കരുതിയിടും. ഹാഗാറെപ്പോൽ നീരുറവ തുറന്നിടും, ഇസ്രായേൽ പോൽ യഹോവ കരുതിയിടും. തേനീച്ച പോൽ ശത്രു ചുറ്റിയാലും, മുൾത്തീ പോലവ കെട്ടുപോം, വീഴുവൻ തക്കവണ്ണം തള്ളിയാലും യഹോവ താങ്ങിടും. തേനീച്ച പോൽ ശത്രു ചുറ്റിയാലും, മുൾത്തീ പോലവ കെട്ടുപോം, വീഴുവൻ തക്കവണ്ണം തള്ളിയാലും യഹോവ താങ്ങിടും. ഹാഗാറെപ്പോൽ നീരുറവ തുറന്നിടും, ഇസ്രായേൽ പോൽ യഹോവ കരുതിയിടും. രാജകൽപ്പനയെ മാറ്റിയെഴുതും, സിംഹത്തിൻ വായടയും, ദൈവത്തിൻ ദൂതൻ ഇറങ്ങി വരും, നിലവിളിക്കുന്നവർക്കായി. രാജകൽപ്പനയെ മാറ്റിയെഴുതും, സിംഹത്തിൻ വായടയും, ദൈവത്തിൻ ദൂതൻ ഇറങ്ങി വരും, നിലവിളിക്കുന്നവർക്കായി. ഹാഗാറെപ്പോൽ നീരുറവ തുറന്നിടും, ഇസ്രായേൽ പോൽ യഹോവ കരുതിയിടും. എന്നായുസ് ചാഞ്ഞു പോം നിഴൽ പോലെ, പുല്ലുപോലുണങ്ങിടുന്നു, എന്നാളുകൾ 4 വിരൽ നീളമല്ലോ, അതു പുക പോലെ കഴിഞ്ഞിടും. എന്നായുസു ചാഞ്ഞു പോം നിഴൽ പോലെ, പുല്ലുപോലുണങ്ങിടുന്നു, എന്നാളുകൾ 4 വിരൽ നീളമല്ലോ, അതു പുക പോലെ കഴിഞ്ഞിടും.
യഹോവ കരുതിയിടും. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു. വളരെ നന്ദി സിസ്റ്റർ അസ്നത്ത്. വളരെ ഭംഗിയായിട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി മനോഹരമായ 2 ഗാനങ്ങൾ കർത്താവിനെ പാടി സ്തുതിക്കുകയും കർത്താവ് നമുക്ക് എത്രമാത്രം അടുത്ത് നമ്മൾക്ക് കൂടെ വന്ന് നമ്മളുടെ പ്രാർത്ഥനയും യാചനകളും നമ്മുടെ നിലവിളിയും കേട്ട് നമ്മളെ തക്ക സമയത്ത് കരുതുവാൻ വളരെ ജാഗ്രതയോടെ കാത്തിരിക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. അതിനായിട്ട് ദൈവത്തെ സ്തുതിച്ച് പാടി മഹത്വപ്പെടുത്തുവാൻ, അത് കേട്ട് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ, ആശ്വാസം പ്രാപിക്കാൻ ദൈവം തന്ന സന്ദർഭത്തിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, ആരാധിക്കാം. അടുത്തത് നമുക്ക് മെസ്സേജ് കേൾക്കാനുള്ള സന്ദർഭമാണ്. ഈ മീറ്റിംഗിന്റെ ഇമ്പോർട്ടന്റ് ആയ ഭാഗത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മള് കഴിഞ്ഞ കാലങ്ങളിൽ അനേകം ചെറിയ മെസ്സേജുകൾ, പ്രാർത്ഥനയോട് അനുബന്ധിച്ചുള്ള മെസ്സേജുകൾ കേട്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. ഇന്നും അതിനായിട്ട് കർത്താവ് തന്റെ ദാസിയെ നമ്മുടെ മധ്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 186 മെസ്സേജുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇന്നത്തെ മെസ്സേജ് നമുക്ക് അനുഗ്രഹമായിട്ടിരിക്കാൻ ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് വന്നിരിക്കുന്ന സിസ്റ്റർ ഫാത്തിമ ഷുബുവിനെ ദൈവത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ കർത്താവിന് വേണ്ടി ദൈവസേനയിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസിയാണ്. സഹോദരിമാരുടെ ഇടയിൽ, കുഞ്ഞുങ്ങളുടെയും പ്രായമുള്ളവരുടെ ഇടയിൽ വളരെ പ്രയോജനപ്പെട്ടിരിക്കുന്ന ദൈവദാസിയിൽ നിന്ന് നമുക്ക് കർത്താവ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നതിനും നമുക്കത് ശ്രവിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നതിനും പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കി നമ്മൾ കൂടുതൽ സമയം പ്രാർത്ഥനയെ ജാഗരിക്കുന്നതിനും പ്രാർത്ഥനയിൽ പോരാടുന്നതിനും ഇത് കൂടുതൽ നമ്മളെ സഹായിക്കട്ടെ. അതിനായിട്ട് വചന ശുശ്രൂഷയ്ക്കായിട്ട് വളരെ സ്നേഹത്തോടെ സിസ്റ്റർ ഫാത്തിമ ഷുബുവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കേൾക്കുന്നുണ്ടല്ലേ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. ദൈവത്തിന്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ വന്ന് സഹോദരിമാരായ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥന എന്നുള്ള വിഷയത്തെക്കുറിച്ച് അല്പസമയം സംസാരിക്കുവാനും നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാനും ദൈവം തന്ന അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. 186ാമത്തെ മീറ്റിംഗ് ആണല്ലോ ഇത്. കഴിഞ്ഞ 185 മീറ്റിങ്ങുകളിലും നമ്മൾ പ്രാർത്ഥന എന്നുള്ള വിഷയത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതിൽ നിന്നോ വ്യത്യാസമായിട്ടൊന്നും ഞാൻ പറയാനില്ല. നമ്മൾ എപ്പോഴും വേദപുസ്തകം വായിക്കുമ്പോൾ തുടരെ നമ്മൾ വായിച്ചും പഠിച്ചും കൊണ്ടിരിക്കുന്ന ആ വേദഭാഗത്ത് തന്നെയാണ് നമ്മൾ ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ദൈവം എന്നെ പഠിപ്പിച്ചതും എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതുമായ ചില കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെപ്പോഴും പ്രാർത്ഥന എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രാർത്ഥന പല സഹോദരിമാരും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കണം? ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയില്ലേ? പ്രാർത്ഥിച്ചിട്ട് വേണോ അറിയാൻ? ഞാൻ അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാറൊന്നുമില്ല. അങ്ങനെ മുട്ടുകുത്തി ഓരോരുത്തരെ പോലെ അങ്ങനെ സമയം കണ്ടെത്തി മെനക്കെട്ടിരുന്നൊന്നും പ്രാർത്ഥിക്കില്ല. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും പോകുമ്പോഴൊക്കെ ഇങ്ങനെ പറയും, ദൈവത്തോട് പറയും. പിന്നെ അതിനേക്കാൾ അധികം നമ്മളെല്ലാം അറിയുന്ന ഒരു ദൈവമാണല്ലോ നമ്മുടെ ദൈവം. അപ്പം അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ദൈവത്തിന് നന്നായി അറിയാമല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞ ചില സഹോദരിമാരെ കുറിച്ച് എനിക്കറിയാം, എന്നോട് പറഞ്ഞതാണ്. അപ്പം എന്ത് പറഞ്ഞാൽ അവർക്ക് ഈ പ്രാർത്ഥന എന്ന വിഷയം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുക. എനിക്ക് അത് വേണം കർത്താവ്, ഇത് വേണം കർത്താവ്, എൻ്റെ മോളുടെ കല്യാണം നടക്കണം കർത്താവ്, എൻ്റെ മോൻ ഗൾഫിൽ പോകണം കർത്താവ്, ഇങ്ങനെയുള്ള ചില ഭൗതിക ആവശ്യങ്ങൾ നമ്മൾ ദൈവത്തോട് പറയുന്നതാണ് പ്രാർത്ഥന. അപ്പം ആ ആവശ്യം ദൈവത്തിന് അറിയാമല്ലോ. ഇപ്പം എൻ്റെ ആവശ്യം എന്താണെന്ന് ദൈവം അറിയാമല്ലോ, പിന്നെ ഞാനിതിനെ പ്രാർത്ഥിക്കണം. പക്ഷെ അത് മാത്രമല്ല പ്രാർത്ഥന. ദൈവമക്കളെ നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് പ്രാർത്ഥന എന്നുള്ളത്. നമ്മുടെ ആവശ്യം അതുകൊണ്ട് കേട്ടോ, ഇല്ലെന്നല്ല ദൈവവചനം പറയുന്നു, നിങ്ങൾ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവസേന അറിയിക്കണം എന്നുള്ളത് ദൈവവചനത്തിലുണ്ട്. അത് തന്നെ സത്യം തന്നെയാണ്, അല്ലെന്നല്ല. എന്നാലും അത് മാത്രമല്ല പ്രാർത്ഥന. നമുക്ക് വേണ്ടി, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഭൗതിക നന്മകൾക്ക് വേണ്ടി അത് മാത്രം പ്രാർത്ഥിക്കുന്നുള്ളതല്ല പ്രാർത്ഥന. ഒരു ക്രിസ്തീയ ജീവിതം നമ്മുടെ ജീവിതത്തിൽ വിജയകരമായി നടക്കണമെങ്കിൽ, നമ്മൾ ഫലപ്രദമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ, ഒരു വിശ്വാസി ക്രിസ്തുവിൽ വേരൂന്നി വളർന്ന് ഫലം കായ്ക്കണമെങ്കിൽ അവന് പ്രാർത്ഥന വളരെ ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. അപ്പം ഞാൻ ആഗ്രഹിക്കും എന്തെന്നാൽ ഞാൻ വിശ്വാസത്തിൽ നിലനിൽക്കണം, കർത്താവിന് വേണ്ടി ഫലം കൊടുക്കണം, മുന്നോട്ട് പോകണം, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും, ആഗ്രഹിക്കും.
പക്ഷെ ഈ ലോകം എന്നുള്ളത് ദുഷ്ടന്റെ അധീനതയിലായതുകൊണ്ട് സാത്താൻ എപ്പോഴും നമ്മളെ ദൈവത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് സാത്താന്റെ വലിയൊരു പദ്ധതി. അപ്പൊ ആ സാത്താന്റെ പദ്ധതിയെ നമ്മൾ ജയിക്കണമെങ്കിൽ നമ്മളെ അവനെ തോൽപ്പിച്ച് നമ്മുടെ കർത്താവിന്റെ മക്കളെ നമ്മൾ ജയം കൊള്ളണമെങ്കിൽ പ്രാർത്ഥന എന്നുള്ളത് വളരെ ആവശ്യമാണ്. മെയിനായിട്ട് വിശ്വാസിനെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഭൗതികമായ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉള്ളതല്ല പ്രാർത്ഥന. നമ്മുടെ ക്രിസ്ത്യ ജീവിതം വളരെ ഫലപ്രദമായ രീതിയിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനകരമായ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോ ദൈവ പൈതലും അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഇല്ലെങ്കിൽ ആഗ്രഹം കൊണ്ട് മാത്രം സാധിക്കില്ല. കാരണം ശത്രു നമ്മളെ എപ്പോഴും ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനോടനുബന്ധിച്ച് ഇന്ന് ചില ചെറിയ ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിൽ ചില വാക്യങ്ങൾ വായിച്ച് നമ്മൾ അതിൽ നിന്ന് ചിന്തിക്കാം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗം തന്നെയാണ്. അതിൽ 36-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 36 അതൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ, അനന്തരം യേശു അവരുമായി ഗെത്സമന എന്ന തോട്ടത്തിൽ വന്ന് ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പിൻ എന്ന് പറഞ്ഞു. പത്രോസിനെയും സെബദി പുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണ് വീണു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, എന്നോട് കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. ഇവിടെ നമുക്കറിയാം, കർത്താവ് യേശു ക്രിസ്തു ഗെത്സമനെ തോട്ടത്തില് കർത്താവിന്റെ ക്രൂശീകരണത്തിന് തൊട്ട് മുമ്പായി പ്രാർത്ഥിക്കാനായിട്ട് പോകുന്ന ഒരു അനുഭവമാണ്. ഗെത്സമന തോട്ടത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു. അവിടെ ശിഷ്യന്മാരായിരിക്കുന്ന സെബദി പുത്രന്മാർ ഇരുവരും, യോഹന്നാൻ, യാക്കോബ്, പിന്നെ പത്രോസ്, ഇങ്ങനെയുള്ളവരെ വിളിച്ചു കൊണ്ടുപോയി കർത്താവ് പറഞ്ഞു, ഞാൻ ചെന്ന് പ്രാർത്ഥിച്ചു വരാം, എൻ്റെ ഉള്ള മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കും, നീ ഇവിടെ താമസിച്ച് എന്നോട് കൂടെ ഉണർന്നിരിപ്പിൻ. ഇവിടെ കർത്താവ് ഉണർന്നിരിപ്പിൻ എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് പോയി പ്രാർത്ഥിച്ചു വരുമ്പോ ഇവരെന്താ ചെയ്യുന്നത്? ഉറങ്ങുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നു. ഉറങ്ങുന്നത്, അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം, പത്രോസിനോട് നോക്കി കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്നോട് കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ഇവിടെ കർത്താവ് പറഞ്ഞ് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ ഒരു വിശ്വാസി, ഞാൻ ചിന്തിക്കാൻ പോകുന്ന വിഷയം പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മുടെ വ്യക്തിപരമായ ഭൗതിക നന്മകൾക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് ഒരു വിശ്വാസി, ഒരു ദൈവ പൈതൽ വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ പരീക്ഷയിൽ അകപ്പെട്ടു പോകാവുന്ന ലോകത്തിലാണ് ജീവിക്കുന്നത് കൊണ്ട് അവൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ അതാ പറഞ്ഞ പരീക്ഷയിൽ അകപ്പെട്ടു പോകാതിരിപ്പാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. ഇവിടെ പരീക്ഷ എന്നുള്ള വിഷയത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ദൈവം നമ്മളെ പരീക്ഷിക്കും. നമുക്കറിയാം, അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ പല സ്ഥലങ്ങളിലും, ദാവീദിന്റെ ജീവിതത്തിലായാലും മറ്റും പല സ്ഥലങ്ങളിലായാലും ചില പരീക്ഷകൾ നമ്മുടെ പിതാക്കന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ യോബിന്റെ ജീവിതത്തിൽ പരീക്ഷകൾ ഉണ്ടായിട്ടുണ്ട്, പരിശോധനകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ദൈവം തരുന്ന ചില പരിശോധനകൾ എന്തിനാന്ന് പറഞ്ഞാൽ നമ്മളെ കൊള്ളാകുന്നവരായി, നല്ലവരായി തെളിഞ്ഞു നിൽക്കുവാൻ, ദൈവത്തിന് വേണ്ടി ഒന്നുകൂടെ പ്രയോജനപ്പെടുത്തുവാൻ. നമ്മള് ഈ യോഹന്നാൻ സുവിശേഷത്തിൽ വായിക്കുന്ന പോലെ ഫലം തരുന്ന വൃക്ഷത്തെ അധികം ഫലം കായ്ക്കുവാൻ ചെത്തി വെടിപ്പാക്കുന്ന ഒരു അനുഭവത്തിൽ കൂടെ കർത്താവ് ചില പരീക്ഷണങ്ങളിൽ കൂടെ, ചില പരിശോധനകളിൽ കൂടെ നമ്മളെ കടത്തിവിടുന്നത് നമ്മളെ
തള്ളിക്കളയാനോ അല്ലെങ്കിൽ നമ്മളെ നശിപ്പിച്ച് കളയുവാനോ അല്ല, മറിച്ച് നമ്മൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാനാണ് ദൈവം തരുന്ന പരീക്ഷണം. പക്ഷേ ഇവിടെ പറയുന്നത് എന്ത് പരീക്ഷണം വെച്ചാൽ സാത്താന്റെ പരീക്ഷണമാണ്. സാത്താന്റെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്തുവാ? കർത്താവിന് വേണ്ടി ആത്മാർത്ഥമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ദൈവ പൈതലെയാണോ ആ പൈതലെ എങ്ങനെയെങ്കിലും ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ ശത്രുവായവൻ വളരെ തന്ത്രപൂർവം ഈ ദൈവ മക്കളുടെ അടുത്തേക്ക് വരും. അത് വളരെ അതാണ് ഇവിടെ കർത്താവിന് പരീക്ഷണപ്പെടാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഈ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്ന വാക്കിന് നമ്മൾ ഉറങ്ങാനേ പാടില്ല. രാത്രി ഒന്നും ഉറങ്ങരുത്. അതുകൊണ്ട് എല്ലാം എഴുന്നേറ്റിരുന്ന് ഉറങ്ങാതിരുന്ന് അങ്ങനെയല്ല. ഉറങ്ങാതിരിക്കാൻ നല്ലതല്ല. നമ്മൾ മനസ്സിൽ എപ്പോഴും കരുതലോടെ ഇരിക്കണം. എന്തുവാ? സാത്താൻ എപ്പോഴും നമുക്കറിയാലോ, നമ്മുടെ FSC ലേഖനത്തൊക്കെ വായിക്കുമ്പോൾ എന്തുവാ? ശത്രുവായവൻ എപ്പോഴും നമ്മളെ ചുറ്റി നടക്കുക. എങ്ങനെയെങ്കിലും പത്രോസ് ലേഖനത്തിൽ വായിക്കുന്നു, എങ്ങനെയെങ്കിലും ആരെങ്കിലും വിഴുങ്ങുവാൻ വേണ്ടി ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു. മാത്രമല്ല പിശാചിന്റെ തന്ത്രമാണ് നമ്മൾ എങ്ങനെയെങ്കിലും ദൈവത്തിൽ നിന്ന് വീഴ്ത്തണം എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആ സാത്താന്റെ കയ്യിൽ നിന്ന് നമ്മൾ വീഴാതിരിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥന എന്നുള്ളത് ആവശ്യമാണ്. അപ്പൊ ഇവിടെ പരീക്ഷിക്കുന്നത് സാത്താനാണ്. നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് പരീക്ഷകൻ എന്ന് പറയുന്നുണ്ട്. ലൂക്കോസിലെ കർത്താവിനെ പരീക്ഷിക്കാൻ വന്ന ആ സാത്താനെ കുറിച്ച് പറയുന്നത് അവന് പരീക്ഷകൻ എന്ന് പറഞ്ഞ. അപ്പൊ ഈ സാത്താന്റെ പരീക്ഷണം എന്നുള്ളത് ദൈവ മക്കളെ കർത്താവിന് വേണ്ടി യഥാർത്ഥമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലെ എങ്ങനെയെങ്കിലും ദൈവത്തിൽ നിന്ന് അകറ്റാനുള്ള അവന്റെ തന്ത്രമാണ് അവന്റെ പരീക്ഷണം. പക്ഷെ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, ജാഗ്രതയുള്ളവരായിരിക്കണം, കരുതലുള്ളവരായിരിക്കണം. ഇങ്ങനെയുള്ള ഒരു വ്യക്തി നമ്മളെ ചുറ്റി നടക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ഒരു വ്യക്തി നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുവാനായിട്ട് അവൻ ഇങ്ങനെ ഊടാടി നടക്കുന്നുണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ഉണർന്ന് പ്രാർത്ഥിക്കണം. എന്തിനാ? ദൈവകൃപയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ദൈവത്തിന്റെ സഹായത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാതിരുന്ന് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സാത്താന്റെ കയ്യിൽ അകപ്പെട്ടു പോകും. അപ്പൊ നമ്മൾ പിശാചിന്റെ തന്ത്രത്തിൽ നമ്മൾ അകപ്പെട്ടു പോകും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ജഡം, ഇവിടെ എന്ത് പറയുന്ന ജഡം ബലഹീനമാണ്. പക്ഷെ നമ്മുടെ ആത്മാവിലെ ഒരുക്കത്തോടുകൂടെ ആ ജഡ ബലഹീനതയെ മാറ്റിത്തരുന്ന കർത്താവിൽ നമ്മൾ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയുള്ള പൈശാചികമായ തന്ത്രങ്ങളിൽ നിന്ന്, ആ സാത്താന്റെ തന്ത്രങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചിന്തിച്ചു. എന്തിനാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? ഇങ്ങനെ പറഞ്ഞത്, എന്നോട് കൂടെ നിങ്ങൾ ഒരു നാഴികയോട് ഉണർന്നിരിപ്പം നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പ് ഉണർന്ന് പ്രാർത്ഥിപ്പിൻ എന്ന് എന്തിനാ ദൈവം അങ്ങനെ അവരോട് പറഞ്ഞത് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 14:37 വായിക്കുമ്പോൾ അതിലിങ്ങനെ ഒരു വാക്യമുണ്ട്. ശീമോനോടായിട്ട് ചോദിക്കുകയാണ്. നമുക്കറിയാം ശിഷ്യന്മാരോട് പറയുമ്പോൾ തന്നെ കർത്താവ് ശീമോനോടായിട്ട് ചോദിക്കുന്നു. എന്തുവാ? 37 വാക്യം. പിന്നെ അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, സീമോനെ നീ ഉറങ്ങുന്നുവോ? ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. അപ്പൊ ഇവിടെ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നു, പ്രത്യേകാല പത്രോസിനോടായിട്ട് ചോദിക്കുന്നു. എന്തെന്നാ? നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാത്തത് എന്ത്? പ്രത്യേകിച്ച് പത്രോസിനോട്, ശീമോനോടായിട്ട് തന്നെ ചോദിക്കുന്നു. എന്താണ് അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്ന് നമ്മൾ വായിക്കുമ്പോൾ ഇത് മത്തായി 36:31 നമ്മൾ വായിക്കുന്നു. യേശു കർത്താവ് പറയുന്നു, യേശു അവരോട്, ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കൽ ഇടരും, ഞാൻ ഇടയനെ വെട്ട് കൂട്ടത്തിൽ ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലീലയിലേക്ക് പോകും. അതിന് പത്രോസ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടരുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നോക്കിക്കേ, ഇവിടെ പത്രോസിനോട് അല്ലെങ്കിൽ ശീമോനോടായിട്ട് കർത്താവ് പ്രത്യേകം അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താ? ശിഷ്യന്മാരോടായിട്ട് അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താ? കർത്താവിന് അറിയാം. എന്തെന്നറിയാം? യേശു ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കിൽ ഇടരും, അതാണ് ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും. ഇത് കർത്താവിന് അറിഞ്ഞു പറഞ്ഞപ്പോ പത്രോസ് എന്ത് പറഞ്ഞു? ആരും നിന്നെ തള്ളി പറഞ്ഞാലും ഇല്ലേ, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല. നോക്കിക്കേ,
ഈ പത്രോസാണ് ഇവിടെ ഉറങ്ങുന്നത്. ഈ പത്രോസിനോടാ കർത്താവ് ചോദിച്ചത്, എന്താ ശീമോനെ, നിനക്ക് ഒരു അല്പനേരമെങ്കിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞില്ലേ ചോദിച്ചപ്പോ പത്രോസിനോട് ചോദിക്കാനുള്ള കാരണം എന്താ? ഈ പത്രോസ പറഞ്ഞ, ആരിടറിയാലും ഞാൻ ഇടരില്ല. നോക്കിക്കേ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പത്രോസിന് ഒരിക്കലും ആ വാക്ക് പെരുമ്പാക്കായിട്ട് പറഞ്ഞതല്ല. പത്രോസ് വളരെ ആത്മാർത്ഥമായിട്ട്, ഇന്നസെന്റ് ആയിട്ട്, ഹൃദയശുദ്ധിയോടെ യഥാർത്ഥമായി പറഞ്ഞ വാക്കാ. ആരിടറിയാലും കർത്താവേ ഞാൻ ഒരിക്കലും ഇടറില്ല, നിനക്ക് വേണ്ടി ഞാൻ എന്തും ആവാന്ന്, ജീവനെ വെച്ചു കൊടുക്കാനാവും, എന്തും ആവാന്നുള്ള യഥാർത്ഥമായിട്ട് പറഞ്ഞ പത്രോസാണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? ഈ പത്രോസിന് അങ്ങനെ നിൽക്കണമെങ്കിൽ ഈ പത്രോസ് എങ്ങനെ ഇരിക്കണം? പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. നോക്കണേ, അങ്ങനെയുള്ള പത്രോസിന്റെ ജീവിതത്തിൽ ഉണ്ടായ വലിയൊരു പ്രശ്നമാണ് നമുക്കിവിടെ വായിക്കാനായിട്ട് കഴിഞ്ഞത്. മാത്രമല്ല, നമ്മൾ ഈ പത്രോസ് ഹൃദയപൂർവം യഥാർത്ഥമായിട്ട് കർത്താവിനെ വിശ്വസിച്ച് ദൈവത്തിന് വേണ്ടി നമുക്കറിയാം, പത്രോസിന്റെ പല കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് കർത്താവ് എന്ത് ചോദിച്ചാലും എടുത്തു ചാടി ഉത്തരം പറയാനും, എന്ത് ചോദിച്ചാലും ആത്മാർത്ഥമായിട്ട് മറുപടി പറയാനും, യേശു ക്രിസ്തുവിനെ അതുപോലെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു ശിഷ്യനാണ് പത്രോസ്. നമുക്ക് പത്രോസിന്റെ ക്യാരക്ടർ സ്റ്റഡിയൊക്കെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ അത്ഭുതമായി തോന്നും. കാരണം നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു ചോദിച്ചപ്പോൾ എടുത്തു ചാടി പെട്ടെന്ന് പറഞ്ഞതാണ്, നീ മസിഹയാണ്, നീ ക്രിസ്തുവാണ് എന്നൊക്കെ പറഞ്ഞ പത്രോസ്, കർത്താവിന് വേണ്ടി യഥാർത്ഥമായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ച ആ പത്രോസിനടുത്താണ് ആ കർത്താവ് ചോദിച്ചത്. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാത്തത് കൊണ്ട് എന്താണ് പത്രോസിന് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ചെറിയൊരു ചിന്ത കൂടെ ഒന്നുകൂടി ഇതിനോട് ചേർത്ത് ചിന്തിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കും. നമ്മൾ ഈ പത്രോസിനെ തന്നെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെയും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ലൂക്കോസ് 9 അധ്യായം 54 വായിക്കാം. യോഹന്നാൻ 18:10. 9 അല്ല, യോഹന്നാൻ 18:10. നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥിക്കാതിരുന്ന ശീമോൻ പത്രോസിന് സംഭവിച്ചതിന്റെ ഒരു കാരണം, ഒരു അബദ്ധം. ആദ്യമായിട്ട് പത്രോസിന് പല പ്രശ്നങ്ങളും ഉണ്ടായെങ്കിലും പ്രാർത്ഥിക്കാതിരുന്നത് കൊണ്ട് പത്രോസിനുണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവൻ എന്ത് ചെയ്തു? 9:18 ശീമോൻ പത്രോസ് തനിക്കുള്ള വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലത് കാത് അറുത്ത് കളഞ്ഞു. ഒന്നാമത്തത് പത്രോസിന് ഉണ്ടായ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, പത്രോസ് അവിടെ പ്രാർത്ഥിച്ചുമില്ല. പക്ഷെ കർത്താവിനെ പിടിക്കാൻ വന്നവര് ആ പട്ടാളക്കാരിലെ ഒരുത്തിന്റെ കാത് അറുത്ത് കളഞ്ഞ ഒരു പത്രോസിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ പത്രോസിന് വന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്തെന്നാ, കർത്താവിന്റെ യഥാർത്ഥ സ്വഭാവം ഈ പത്രോസ് മറന്നു കളഞ്ഞു. നമ്മൾ ലൂക്കോസ് 9:10 ഇവിടെയാണ് നമ്മൾ വായിക്കേണ്ടത്. ലൂക്കോസ് 9:54 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അത് അവന്റെ ശിഷ്യനായ യാക്കോബ് യോഹന്നാൻ കണ്ടിട്ട്, കർത്താവ് ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് പറഞ്ഞു. അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു, നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിപ്പാനല്ല രക്ഷിപ്പാൻ അത്രേ വന്നത് എന്ന് പറഞ്ഞു. ഇവിടെ കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് ഒരു സമരിയ പട്ടണത്തിൽ കൂടെ പോകാൻ പോയപ്പോൾ സമരിയക്കാരൻ കൈക്കൊണ്ടില്ല. അവിടെ ശിഷ്യന്മാർ ചോദിക്കുന്നു, ഏലിയാവ് പറഞ്ഞതുപോലെ തീയിറക്കി ഞങ്ങൾ അവരെ നശിപ്പിക്കാൻ നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, എനിക്ക് സമ്മതമില്ല. നിങ്ങൾ ഏത് ആത്മാവിന് അധീനരാണ്? മനുഷ്യപുത്രൻ ഇവിടെ വന്നത് പ്രാണങ്ങളെ നശിപ്പിപ്പാനല്ല രക്ഷിപ്പാൻ അത്ര. അപ്പൊ ഇത്ര നാൾ പത്രോസ് തന്റെ കർത്താവിന് കൂടെ നടന്ന് കർത്താവിന്റെ മനസ്സലിവ് എന്താണ്, കർത്താവിന്റെ കരുണ എന്താണ്, കർത്താവിന്റെ സ്നേഹം എന്താണ്, കർത്താവിന്റെ കരുതൽ എന്താണ് എന്ന് മനസ്സിലാക്കി പത്രോസ് കർത്താവിന്റെ ആ സന്നിധി പ്രാർത്ഥിക്കാൻ ഉണരാതിരുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഈ പത്രോസ് ആ മൽക്കൂസ് എന്ന് പറയുന്ന ആ ദാസന്റെ കാത് വെട്ടി പോകുന്ന ഒരു വാളൂരി കാത് വെട്ടുന്ന അവസ്ഥയാണ്. സഹോദരിമാരെ, ഞാൻ ഇവിടെ ഒരു കാര്യം ചിന്തിച്ചു എന്തെന്ന് വെച്ചാല്, നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥന കുറഞ്ഞു പോയാൽ
വിശ്വാസികളായി നമ്മള് ഈ പത്രോസിനെ പോലെയൊക്കെ ഞാനും ചിന്തിക്കും, കർത്താവിന് വേണ്ടി നന്നായി ജീവിക്കണം, വളരെ ആത്മാർത്ഥമായി ജീവിക്കണം, യഥാർത്ഥമായി ജീവിക്കണം ഞാൻ ആഗ്രഹിക്കും. പക്ഷെ എൻ്റെ ജീവിതത്തില് ഞാൻ പ്രാർത്ഥനയിൽ വേണ്ട രീതിയിൽ ജാഗരിക്കാതെ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം എനിക്കൊരു നല്ല ക്രിസ്ത്യ ജീവിതം നടത്താൻ പറ്റില്ല. ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു അത്രത്തോളം ദൈവത്തോട് പ്രാർത്ഥിച്ച ദൈവകൃപ ഞാൻ വാങ്ങണം. അപ്പൊ തന്നെ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. ഇപ്പൊ ഇവിടെ പത്രോസ് എന്ത് ചെയ്തു? കർത്താവിനോട് അങ്ങനെ ഒന്നും പ്രാർത്ഥിക്കാതെ ഉറങ്ങിക്കിടന്ന പത്രോസ് ഈ ആൾക്കാർ വന്നത് എന്ത് ചെയ്തു? തന്റെ വാളൂരി ആ ദാസന്റെ കാത് വെട്ടി. നമ്മുടെ കർത്താവ് പറഞ്ഞു വാള് ഉറയിലിടുക, വാളെടുത്തവൻ വാളാൽ മരിക്കും. നോക്കിക്ക്, പത്രോസ് ചെയ്തത് ഏറ്റവും വലിയൊരു അബദ്ധമല്ലത്. നമ്മുടെ കർത്താവ് എത്ര സ്നേഹവാനാണ്. അങ്ങനെ പ്രതികരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അല്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിലും നമ്മളെ വിശ്വാസത്തിൽ നിൽക്കുന്നെങ്കിലും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ നമ്മളിൽ വരുന്ന ജഡം എന്നുള്ളത് എന്തുമായിരിക്കും? നമ്മൾ ദൈവവചനത്തിന് എതിരായിട്ടുള്ള ചില ചിന്തകൾ, ചില പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാൻ സാധിക്കും. രണ്ടാമതായിട്ട് പത്രോസിനുള്ള വേറൊരു സ്വഭാവമാണ് ലൂക്കോസ് 22:54 വായിക്കുമ്പോൾ, ലൂക്കോസ് 22:54 വാക്യത്തില് അവർ അവനെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി പത്രോസും അകലം വിട്ട് പിഞ്ചെന്നു. നോക്കിക്ക, രണ്ടാമത് പത്രോസിനുണ്ട വേറൊരു സ്വഭാവമാണ് അകലം വിട്ട് പിഞ്ചെന്നു. കർത്താവോട് കൂടെ ഇരുന്ന പത്രോസ്, കർത്താവിന് വേണ്ടി ആരിടറിയാലും ഞാൻ ഇടലില്ല എന്ന് പറഞ്ഞ പത്രോസ് ഇപ്പൊ എന്ത് ചെയ്യുന്നറിയാവോ? ദൂരമേ അനുഗമിക്കുന്നു, അകലം വിട്ട് പിഞ്ചെല്ലുന്നു. നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ 26 വായിക്കുമ്പോൾ അവ ദൂരമേ അനുഗമിച്ചു, അകലം വിട്ട് പിഞ്ചെന്നു എന്ന് നമ്മൾ വായിക്കുന്നത്. എന്താ? ഭയം. അവനുള്ളിൽ ഭയം വന്നു. യേശു കർത്താവിന് കൂടെ നടന്നപ്പോ ധൈര്യമായിട്ട് നടന്ന വ്യക്തി ഇപ്പൊ എന്ത് ചെയ്തു? ഭയം വന്നു. ഇപ്പൊ അവനക്ക് പേടിയായി. മറ്റുള്ളവർ കർത്താവിനെ പിടിച്ചുകൊണ്ട് പോയപ്പോ അവർ കർത്താവിന് കൂടെ നടക്കാൻ ഭയന്നിട്ട് മാറി ദൂരമേ അനുഗമിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാ. നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കണം, യഥാർത്ഥമായിട്ട് ദൈവത്തിന് വേണ്ടി വളരാൻ ആഗ്രഹിക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഇല്ലെങ്കിൽ സാത്താൻ നമ്മളെ പ്രവർത്തിച്ച നമ്മളിലെ പൈശാചികൻ പരീക്ഷകൻ നമ്മളെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കൊണ്ടുവന്നാൽ അത് അതിജീവിക്കാനുള്ള കഴിവ് നമുക്കില്ല എങ്കിൽ, ആ ദൈവകൃപ നമുക്കില്ല എങ്കിൽ നമ്മളിൽ വരുന്നത് ഏറ്റവും വലുത് ഭയമാ. കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഭയം, കർത്താവിനെ കുറിച്ച് വിശേഷം പറയാൻ ഭയം, നാം വിശ്വാസിയാണെന്ന് പറയാൻ പോലും ഭയമായി തോന്നും. അപ്പൊ ആദ്യം കർത്താവിന്റെ സ്വഭാവം എന്ന് നമ്മൾ മനസ്സിലാക്കാതെ അവൻ ആ മൽക്കൂസിന്റെ കാതർത്തു. രണ്ടാമത് അവൻ കർത്താവിനെ അകലം വിട്ട് അവൻ പിൻചെന്നു. മാത്രമല്ല നമ്മള് കർത്താവിന് അവസാനം കാണുവാൻ, നമുക്ക് വേറൊരു സ്ഥലത്ത് വായിക്കുന്ന എല്ലായിടത്തും വായിക്കാൻ സമയമില്ല. അവൻ കർത്താവിന്റെ അവസാനം കാണുവാനായിട്ട് അവൻ ചേവകരോടുകൂടി ഇരുന്നു. മൂന്നാമത്തേതാണ് അവൻ അവസാനം, കർത്താവിന്റെ അവസാനം എന്താകും? കർത്താവ് പിടിച്ചുകൊണ്ടുപോയി എല്ലാം ചെയ്തല്ലോ, ഇനി അവസാനം ഇനി എന്താകും എന്ന് വരെ അവൻ ചിന്തിച്ചു. സഹോദരിമാരെ, നമ്മൾ ഓർക്കണം, നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോ പറഞ്ഞു, എന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോകും, പരീശന്മാരുടെ മുമ്പിലും മറ്റൊരു മുമ്പിൽ നിൽക്കും, എന്നെ കൊല്ലും, എന്നാൽ ഞാൻ 3 നാൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് കർത്താവ് പറഞ്ഞ വാക്കിനെ മറന്നിട്ട് ഈ പത്രോസ് എന്ത് ചെയ്തു? കർത്താവിന്റെ അവസാനം എന്താകും എന്ന് അറിയാൻ വേണ്ടി അവൻ പോയി സേവകരോടുകൂടി ഇരുന്നു. മാത്രമല്ല, നമുക്ക് എല്ലായിടത്തും വായിക്കാൻ നേരമില്ല, സമയം പോയി നമ്മുടെ മുമ്പില്. എന്നാൽ വേറെ കാര്യം, 3 വട്ടം കർത്താവിനെ തള്ളിപ്പറഞ്ഞു. നാലാമത്തെ ഒരു കാര്യം, 3 വട്ടം കർത്താവിനെ തള്ളിപ്പറഞ്ഞു. നമുക്കറിയാം, തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ പോയിരുന്ന് തീ കാഞ്ഞുകൊണ്ടിരുന്ന് അവിടെ വരുന്നവരുടെ മുമ്പിൽ 3 വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസ്. അത് മാത്രമാണോ ചെയ്യുന്നത്? മാത്രമല്ല, കർത്താവിനെ പ്രാകുവാനും ആണിയിടുവാനും തുടങ്ങി. പ്രാഗി ദൈവത്തിന്റെ എന്ന് എനിക്ക് അറിയില്ല, അങ്ങനെ ഒരു മനുഷ്യനെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് പ്രാകുവാനും ആണിയിടുവാനും തുടങ്ങി. നോക്കിക്ക്, എത്ര ആത്മാർത്ഥമായി പറഞ്ഞു, ഞാൻ എന്റെ ആരിടറിയാലും ഞാൻ ഇടലില്ല എന്ന് പറഞ്ഞ ആ പത്രോസ് ഇപ്പൊ പ്രാകുവാനും ആണിയിടുവാനും തുടങ്ങി. എവിടെ പോയി ആ വിശ്വാസം? പ്രാർത്ഥന ഇല്ലായ്മ. അതാ കർത്താവ് പറഞ്ഞു, പത്രോസിനോട് പറഞ്ഞു, നീ എന്തുകൊണ്ട് ഉറങ്ങുന്നു? പത്രോസേ, നീ ഉണർന്നെന്ന് പ്രാർത്ഥിച്ചൂടെ? കർത്താവ് പറഞ്ഞ വാക്ക്, സഹോദരിമാരെ, നമ്മൾ ചിന്തിക്കുക. ഞാൻ എന്നുള്ളൊരു വ്യക്തി എന്നെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ ഈ വാക്ക് എന്നെ വളരെ ചിന്തിപ്പിച്ചു. കാരണം ഞാൻ വിശ്വാസത്തിൽ നിൽക്കണം, കർത്താവിന് വേണ്ടി ജ്വലിക്കണം, പ്രകാശിക്കണം എന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന ഇല്ല എങ്കിൽ, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി അല്ല എങ്കിൽ, ഈ യേശുവിനെ പോലെ ഞാൻ പ്രാഗി കളയാനും ആണിയിടുവാനും പോകുന്ന ഒരു ലോകത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. നമ്മൾ ആരെയും കഴിവില്ല, ആരെയും മിടുക്കല്ല, നമ്മൾ വിശ്വാസത്തിൽ നിൽക്കും. ദൈവകൃപ ഒന്ന് മാത്രം.
പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ ദുഷ്ടന്റെ അധീനതയിൽ ലോകത്തിൽ ഞാൻ ജീവിക്കുന്നു, എനിക്ക് വിശ്വാസം നിൽക്കണമെങ്കിൽ നിന്റെ കൃപ ആവശ്യമാണ്. നിന്റെ കൃപയില്ലാതെ എനിക്ക് ഒരു ദിവസം പോലും നിൽപ്പാൻ കഴിയില്ല ദൈവമേ എന്ന് ഓരോ രാത്രി ഓരോ പകൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. എങ്ങനെ ഉണർന്നിരിക്കണം? ഹൃദയത്തിലെ മനസ്സിലെ ആ ജാഗ്രതയായിരിക്കണം. സാത്താൻ എപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും വഴി കൂടെ, ആരെങ്കിലും വിധത്തിൽ കൂടെ, നമ്മുടെ കുടുംബത്തിൽ നിന്നായിരിക്കാം, സഭയിൽ നിന്നായിരിക്കാം, പുറത്തു നിന്നായിരിക്കാം, പല രീതിയിലും വരും. നമുക്കൊന്നും അറിയില്ല, നമുക്ക് അറിയില്ല എങ്ങനെയാ വരുന്നത്, ഏത് രൂപത്തിൽ വരുന്നത്, ആരിൽ കൂടെ വരുന്നത് നമുക്ക് അറിയില്ല. പക്ഷെ എന്ത് വന്നാലും യേശുവെ നിന്നെ വിട്ട് മാത്രം, നിന്റെ സ്നേഹം വിട്ട്, നിന്റെ വചനം വിട്ട് പോകാതിരിക്കാൻ നിന്റെ കൃപ എനിക്ക് ആവശ്യമാണെന്ന് ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. മാത്രമാണോ ഈ പത്രോസ് എന്ത് ചെയ്തു? പിന്മാറിപ്പോയി അല്ലേ? വള്ളവും വലയും എല്ലാം വിട്ട് കർത്താവ് മതി വന്ന പത്രോസ് വള്ളം പടകെടുത്തിട്ട് പോകുക, ഞാൻ മീൻ പിടിക്കാൻ പോണെന്ന്. നമുക്ക് എല്ലായിടത്തും വായിക്കാൻ സമയം ഒത്തിരി കുറിച്ച് വെച്ച സമയം. അപ്പൊ വള്ളവും പടകും എടുത്തിട്ട് വലയെടുത്തിട്ട് പോകുമ്പോൾ താൻ എന്ത് ചെയ്തു? താൻ പോയത് പറയും ഉള്ളവരെയും കൂട്ടിക്കൊണ്ട് പോവുക. താൻ മാത്രമാണ് പോയത്, കൂടെ ഉള്ള ശിഷ്യന്മാരെയും കൂട്ടിയിട്ട് പോയി. നോക്കിക്കേ. അപ്പൊ എന്ത് ചെയ്തു? പിന്മാറി, പരസ്യമായി മനസ്സുകൊണ്ട് മാത്രമല്ല പിന്മാറിപ്പോയി എന്ന് മാത്രമല്ല ഉള്ളവരെയും കൂടെ മറ്റുള്ള ശിഷ്യന്മാരോടും പറഞ്ഞ് അവരെ കെടുത്തു കളയുന്ന അവസ്ഥ. സഹോദരിമാരെ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. എന്തോ ഒരു ഫാത്തിമ സഹോദരി എന്തോ ഒരു വിശ്വാസിയായിരുന്നു. ഇപ്പൊ എന്ത് പറ്റിയ സഹോദരി? ഭയങ്കര പിന്മാറ്റത്തിലാ സഹോദരി. ഇപ്പൊ വലിയൊരു പ്രാർത്ഥനയൊന്നുമില്ല, ആത്മീയമായിട്ടൊന്നുമില്ല, പോണമെന്ന് പറയും. എന്താ കാരണം എന്നറിയോ? പ്രാർത്ഥനയില്ലായ്മ. ഞാൻ വലിയ ഭക്തിയുള്ളവളാണ്, ഞാൻ വലിയ വിശ്വാസിയാണെന്ന് പുറമെ കാണിച്ചിട്ട് കാര്യമില്ല. നമ്മൾ നിലനിൽക്കണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ്. പ്രിയ സഹോദരിമാരെ, ഞാൻ ഒരു കാര്യം മാത്രമേ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പത്രോസ് ലാസ്റ്റായിട്ട് പറയുന്നൊരു വാക്യമുണ്ട്. താൻ പറയുന്നുണ്ട്, 1 പത്രോസ് 5 അധ്യായം ഒന്ന് എടുത്ത് വായിച്ച് അത് മാത്രം ഒന്ന് വായിച്ചിട്ട് നിർത്താവോ? 1 പത്രോസ് 5 അധ്യായം. ഇത്രയും ചെയ്ത പത്രോസ് ലാസ്റ്റ് ഒരു വാക്ക് പറയുന്നുണ്ട്, 5:7. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താവുള്ള അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. നോക്കിക്കേ, ഇവിടെ പത്രോസ് പറയുന്നത് എന്തുവാ? ഉണർന്നിരിപ്പിൻ. ഉറങ്ങിയ പത്രോസ് ഗെത്സമന തോട്ടത്തിൽ കർത്താവ് പറഞ്ഞു നിങ്ങൾ ഉണർന്നെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പത്രോസ്, കർത്താവ് പറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കാത്ത പത്രോസ് താൻ അനുഭവം വന്നപ്പോൾ യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ ആ ക്രൂസ് സമയത്ത് അവസാനം കാണാൻ പോയി പത്രോസ്, ദൂരവേ അനുഗമിച്ച പത്രോസ്, മൽക്കോസിന്റെ കാതർത്ത പത്രോസ് തന്റെ ജീവിതത്തിൽ അനുഭവത്തിൽ താൻ വന്നപ്പോൾ എന്തു പറഞ്ഞറിയാവോ? നിങ്ങൾ ഉണർന്നിരിപ്പിൻ. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ പ്രതിയോഗിയായി പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങടിച്ചു. തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തില് ദൈവാത്മാവിനെ എഴുതപ്പെട്ടൊരു വാക്യമാണ് ഉണർന്നിരിപ്പിൻ. ഈ നിർമ്മതരായിരിപ്പിൻ എന്ന് പറഞ്ഞ അർത്ഥ വാക്കിന്റെ തമിഴില് തെളിந்த ബുദ്ധിയുള്ളവരായിരിപ്പിൻ. തെളിந்த ബുദ്ധി പറഞ്ഞാൽ നമുക്ക് എപ്പോഴും സുബോധത്തോടുകൂടെ, എന്ന് വെച്ചാൽ ജാഗ്രതയോടുകൂടെ, നമുക്ക് എപ്പോഴും ഒരു പ്രതിയോഗി നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ബോധ്യത്തോടുകൂടെ നമ്മൾ ഇരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞ ഉണർന്നിരിപ്പിൻ, നിർമ്മതരായിരിപ്പിൻ എന്നൊക്കെ പറയുന്നതിന്റെ വാക്കിന്റെ അർത്ഥം. പത്രോസ് തന്റെ അനുഭവത്തിൽ പറയുന്നത് നിങ്ങൾ ഉണർന്നിരിക്കണം. ഞാൻ ഉണരാതെ പ്രാർത്ഥിക്കാതെ അത് ഗെത്സമനയിൽ കിടന്ന സമയത്ത് എനിക്കുണ്ടായ അനുഭവം നിങ്ങൾക്ക് പറയുന്നത്. പത്രോസ് നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ ഇത് പറഞ്ഞാലായിരുന്നു ഇല്ലേ? എനിക്ക് അന്ന് ഞാൻ ഗെത്സമനയില് ഉറങ്ങിപ്പോയത് കൊണ്ടാ എനിക്കിതിപ്പോ പറ്റിപ്പോയൊരു അബദ്ധം. നിങ്ങൾ ആരും ഉറങ്ങരുത്, ഉണർന്നിരിക്കണം. ഉണരാത്തത് കൊണ്ട് എനിക്കുണ്ടായത്. വേറൊരു കാര്യം, ഉണർന്ന് പ്രാർത്ഥിച്ച നമ്മുടെ ദൈവത്തിനുണ്ടായൊരു അനുഭവമാണ്. നമുക്ക് വചനത്തിൽ വായിക്കുന്നു, എന്തുവാ? കർത്താവിനെ ശക്തിപ്പെടുത്തുവാൻ ദൂതൻ വന്ന് യേശുവിനെ ശക്തിപ്പെടുത്തി എന്ന് വായിക്കുന്നു. പ്രാർത്ഥിച്ച കർത്താവിന് ദൂതൻ വന്ന് ശക്തി കൊടുത്തു. കർത്താവ് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി വളരെ എന്തു പറയാ, അതെല്ലാം ആസ്വദിച്ചു. നമുക്ക് വേണ്ടി ആ കഷ്ടതകളും പാടുകളും വേദനകളും ആസ്വദിച്ചു. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥന എന്നുള്ളതിന്റെ ആവശ്യകതയെക്കുറിച്ച് എൻ്റെ കർത്താവ് എന്നെ പഠിപ്പിച്ച ചില പാഠങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ദൈവം എനിക്കൊരു അവസരം തന്നു. ഒത്തിരി നാളുകളായി ഇങ്ങനെ സൂമിൽ സംസാരിച്ചിട്ട് അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും ദൈവകൃപ തന്നു. പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥന എന്നുള്ളതിൻ്റെ പ്രാധാന്യം ഇന്ന് ദൈവം തന്ന ചിന്തിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് കർത്താവിന്റെ കൃപയ്ക്കായി വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിനെ ശക്തിപ്പെടുത്തിയ ആ ദൂതൻ, കർത്താവിനെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ ചിന്തയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെ. ഇങ്ങനെ